Roses, welcome back to Rose Malayalam. അപ്പോൾ ഞാനെന്ന് ചെയ്യുന്ന വീഡിയോ ഫൗണ്ടേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു നോ മേക്കപ്പ് ലുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എന്നും ഇടാൻ പറ്റിയിട്ടുള്ള അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് വേണ്ടാത്ത ഒരു വീഡിയോ ആണ്. അല്ല മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനെന്ന് കാണിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോലെസ് ഒരു മേക്കപ്പ് ലുക്ക് അല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നോ മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഓഫീസിലും കോളേജിലും ഒക്കെ പോകുമ്പോഴത്തേക്കും പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും റെഡി ആകുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം സ്കിൻ കെയറിലേക്ക് പോകാം. നമ്മൾ സ്കിൻ കെയർ ചെയ്താലാണ് ആ മേക്കപ്പിൻ്റെ എഫക്റ്റ് നന്നായിട്ട് ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ സ്കിൻ നല്ല നോർമലായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കാണത്തുള്ളൂ. അല്ലാതെ നമ്മുടെ സ്കിൻ നല്ല എന്തെങ്കിലും പേച്ചസോ ഫ്ലാക്കി ആയിട്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് മേക്കപ്പ് ഇട്ടാൽ അത്രയും ഭംഗിയൊന്നും കാണത്തില്ല. ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ വേണം, അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്കറിയാം അല്ലോ. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ രീതിയിലുള്ള മോയ്സ്ചറൈസേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇൻഡ്യൂസ് വെലയുടെ ബ്രൈറ്റനിങ് ഡീപിഗ്മെന്റേഷൻ ജെല്ലാണ്. ഇത് ഓയിലി സ്കിൻ ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിന് അടിപൊളിയാണ്. ഞാനിത് സെപ്പറേറ്റ് റിവ്യൂ ഇട്ടിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈ നല്ല ക്ലീൻ ആയിരിക്കണം നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ തുടക്കക്കാർക്ക് ഒക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു രീതിയിലാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞാനിതിൽ ബ്രഷോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അഡീഷണൽ നമ്മൾ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കൈ തന്നെയാണ് ഫുൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈ നല്ല ക്ലീൻ ആയിരിക്കണം. ഇനി നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ബേസും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സൺ പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൺസ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ന്യൂട്രോജനയുടെ സൺസ്ക്രീനാണ്. അപ്പം ഇതാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടം. അരോമ മാജിക്കിൻ്റെ ഇഷ്ടമാണ്, പക്ഷെ അതിനൊരു മാറ്റിഫൈയിങ് ഫിനിഷ് ഉള്ളതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് അത്ര ഇഷ്ടമല്ല. പക്ഷെ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും കേട്ടോ. അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പ്രൈമറിൻ്റെ ഒരു എഫക്റ്റും കൂടി ഇത് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലിങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് പോകുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രൈമറിൻ്റെ എഫക്റ്റും കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് മേക്കപ്പിൻ്റെ ഇടയിൽ ഇഷ്ടം ആണ്, നല്ല ഇഷ്ടമാണ്. മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ ആയിരിക്കും പുതിയ ഇടുക. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇതെൻ്റെ ഓയിലി സ്കിന്നായിട്ടും ഭയങ്കര ഓയിലി ആക്കുന്നില്ല, പക്ഷെ നല്ലൊരു ചെറിയൊരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്, ഒരു ഹൈഡ്രേഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ വേണ്ട നമുക്ക്. പക്ഷേ നമ്മുടെ മുഖത്തുള്ള ഈ ജസ്റ്റ് പാടുകൾ, ഈ അൺഡ്രൈ സർക്കിൾസിൻ്റെ ഇവിടെയുള്ള ഈ ഡാർക്ക്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മറയ്ക്കണം. പക്ഷെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനും പാടില്ല. നമ്മൾ ഫുൾ ഫേസിൽ മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല, ബേസ് മേക്കപ്പ്. പക്ഷെ നമുക്ക് ഈ പാടുകളൊക്കെ മറച്ച് കിട്ടണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ അതേ സ്കിൻ ടോണുള്ള അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഭാഗം, ഈ ആക്നെ സ്കാർസ് ഉണ്ടെങ്കിൽ, ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അൺഡ്രൈ സർക്കിൾസിൻ്റെ അവിടെയുള്ള ഡാർക്ക്നെസ് മറയ്ക്കാം. അതുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കൺസീലർ. അപ്പോൾ നിങ്ങൾക്ക് പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ പാടുണ്ട്, ഈ ഡാർക്ക്നെസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസീലേഴ്സിന് ഒരു ഫുൾ കവറേജ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് അല്പം ഒന്ന് മറച്ചാൽ മതി. അപ്പോൾ ഒരു മീഡിയം കവറേജ് ലെവലിൽ നമുക്ക് നിന്നാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അല്പം അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്രഷ് ഇല്ലാത്ത ആളാണ് തുടക്കത്തിൽ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? നമ്മൾ കൈ കൊണ്ടല്ലേ ബ്ലെൻഡ് ചെയ്യുക, അപ്പോൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. ഇതൊരു കാര്യം വിട്ടുപോയി, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ലിപ് ബാം. അപ്പോൾ ലിപ് ബാം ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലിപ് ബാമിനെടുത്തത് ലാക്മേയുടെ ലിപ് ലവ് ആണ്, മാങ്കോ. അപ്പോൾ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ സ്വെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഫാൻ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ എനിക്കിപ്പോൾ ഫാൻ ഇടാൻ പറ്റില്ലല്ലോ, ഭയങ്കര ഒച്ച വരും. അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടുന്നില്ല. അപ്പോൾ ജസ്റ്റ് സ്വെറ്റൊക്കെ ഒന്ന് ഒപ്പി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺസീലർ എടുത്തിരിക്കുന്നത് പാക്കിൻ്റെ ടേക്ക് അവർ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് സ്കിൻ ടാൻഡ്. ഇതെനിക്ക് ഏകദേശം അല്ല, ഒരുവിധം എൻ്റെ പെർഫെക്റ്റ് സ്കിൻ ടോണാണ്. പിന്നെ എൻ്റെ സ്കിൻ ടോൺ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു കൺസീലറാണ് കേട്ടോ. 500-നകത്ത് വരുന്ന നല്ല സൂപ്പർ കൺസീലറാണ്, നല്ല കവറേജ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ഫുൾ കവറേജിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് Maybelline ഫിറ്റ്മിയുടെ കാലും ഒക്കെ നല്ല ഇഷ്ടമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഇച്ചിരി.
നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഞാൻ ഇത്തിരി ഇട്ടിട്ടുള്ളൂ. ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കും. നെറ്റിയിൽ ഞാൻ അധികം പാടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഭയങ്കര കവറേജ് ഒന്നുമില്ല, ചെറിയൊരു കവറേജേ ഉള്ളൂ. ചെറുതായിട്ട് എൻ്റെ ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെയുള്ള പിഗ്മെൻറ്റേഷൻ മറച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നോർമൽ സ്കിന്നുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും. ശ്രദ്ധിച്ചറിയാൻ പറ്റും എൻ്റെ നോർമൽ സ്കിന്നിൻ്റെ അതേ ഷെയ്ഡ് തന്നെയാണുള്ളത്. ചെറുതായിട്ട് എൻ്റെ പാടുകളൊക്കെ പിഗ്മെൻറ്റേഷൻസൊക്കെ മറച്ചിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് മറച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഈ വശം കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ എൻ്റെ സ്കിൻ അതേ ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ എൻ്റെ പിഗ്മെൻറ്റേഷൻസ് ഇച്ചിരി ഒന്ന് മറച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, ലൂസ് പൗഡർ യൂസ് ചെയ്യാം. കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഡ്രൈ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ, ഓയിലി സ്കിൻ ആണെങ്കിൽ ലൂസ് പൗഡർ ആയിരിക്കും നല്ലത്. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിലുള്ള ലൂസ് പൗഡർ ഞാൻ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. ബ്ലൂ ഹവൻ്റെ ഈ ലൂസ് പൗഡർ ഇതിന് 125 അങ്ങനെ എന്താണ് പ്രൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓയിലി സ്കിൻ ആണെങ്കിൽ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കോമ്പാക്ട് തന്നെ മതിയാകും. അപ്പോൾ നമുക്ക് ബ്രഷ് വേണ്ട, ഇതിൻ്റെ അകത്ത് തന്നെയുള്ള പഫ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ അകത്തുള്ള പഫ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, ഞാൻ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കൺസീലർ ഇട്ടെടുത്ത് മാത്രമല്ല ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി കോമ്പാക്ട് ലൂസ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ബേബി പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാകും. കോമ്പാക്ട് ലൂസ് പൗഡറൊക്കെ ആകുമ്പോൾ ഇച്ചിരി കവറേജും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബേബി പൗഡർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കവറേജ് ഒന്നും കിട്ടത്തില്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടത്തേ ഉള്ളൂ. ഈ ഒരു ഓയിലി ആയിട്ടിരിക്കുന്നതൊക്കെ മാറി നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും. ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസിന് ഒരു നല്ലൊരു ഡെഫിനിഷൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ മേക്കപ്പ് ചെയ്തതിൻ്റെ എഫക്റ്റ് ഒന്നും അത്ര കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഭയങ്കര ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഫുൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അത്രയും ഫില്ല് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഐബ്രോയുടെ കളർ എന്താണ് അത് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ, ഒത്തിരി ഫില്ല് ചെയ്യുന്നില്ല. എൻ്റെ ഈ ഐബ്രോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടല്ലോ. ജസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നത്തുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പുറത്തേക്കും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വരാം. നമുക്ക് ഏതെങ്കിലും പാർട്ട് ഇപ്പോൾ കോണ്ടൂർ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ഈ ഐബ്രോ പെൻസിൽ തന്നെ യൂസ് ചെയ്യാം, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിൽ. അപ്പോൾ എൻ്റെ നോസ് ചെറുതായതുകൊണ്ട് എനിക്ക് നോസ് ചെറുതായിട്ടൊന്ന് കോണ്ടൂർ ചെയ്യണമെന്ന് ചെറിയൊരു ആഗ്രഹം. അപ്പോൾ അത് നമുക്ക് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ചെറിയ നോസൊന്നും ആയിരിക്കത്തില്ല, അപ്പം ഇത് ആവശ്യമില്ല. എൻ്റേത് ചെറിയ നോസാണ്, ചെറിയ നോസുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. നമുക്ക് ഈ നോസ് മാത്രമേ ഇങ്ങനെ ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടവും ഇതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ഈ ജോ ലൈൻസിൻ്റെ അവിടെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നത്തില്ലേ. നമുക്ക് നമ്മുടെ ഫേസ് എങ്ങനെയാണോ അങ്ങനെ തന്നെ മേക്കപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് മസ്കാരയാണ്. മസ്കാര അപ്ലൈ ചെയ്താൽ നമുക്ക് കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ട് കാണിക്കും. പ്രത്യേകിച്ച് കുഞ്ഞ് ഐസ് ഉള്ളവർക്ക്. വലിയ ഐസ് ഉള്ളവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചെയ്താൽ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മസ്കാരയ്ക്ക് എടുത്തിരിക്കുന്നത് മെബ്ലിൻ്റെ ഹൈപ്പർ കളർ മസ്കാരയാണ്. ഈ ഐയും തമ്മിൽ വ്യത്യാസം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ മസ്കാര ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഇത് നല്ല ഓപ്പൺ ആയിട്ട് ഒന്നൊരു ജീവൻ വെച്ചതുപോലെ കാണിക്കും. ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് എടുത്ത് ബ്ലഷ് ആയിട്ട് ഇടുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഇടാവുന്നതാണ്, പക്ഷേ നമ്മളൊരു ക്രീം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓയിലി സ്കിന്നുകാർക്ക് അത് പിന്നെ കുറച്ചുകൂടെ പാടായിരിക്കും. പിന്നെ അത് സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് മാത്രമേ ഇടുന്നുള്ളൂ, ബ്ലഷ് ആയിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇതിൻ്റെ ക്രീമി മാറ്റ് റേഞ്ചിലുള്ള ടച്ച് ഓഫ് സ്പൈസ് എന്ന ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ജസ്റ്റ് അതിന് മുമ്പ് ഈ നമ്മുടെ ലിപ് ബാം മാറ്റിക്കളയാം. ലിപ് ബാം അവിടെ ഇരിക്കുവാണ്, അത്രയും ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്ക് അത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് എല്ലാ സ്കിൻ ടോണും ചേരുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഡീപ്പർ സ്കിൻ ടോൺ ഇത് ന്യൂഡ് ലിപ്സ്റ്റിക് അല്ല, വാഷ് ഔട്ട് ആകുന്നുണ്ടെന്ന്. അപ്പം എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക്. കണ്ടോ? അപ്പോൾ നമുക്ക് ബ്രഷും
അധികം ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നത്തുമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തത് കൺസീലറും കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ, പിന്നെ ഐബ്രോ പെൻസിൽ, മസ്കാര, ലിപ്സ്റ്റിക്ക്, 5 പ്രോഡക്റ്റ്. നിങ്ങൾ 5 പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ടില്ല, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. എന്റെ ഫേസ് കണ്ട് അറിയാൻ പറ്റും, ഫേസിൽ പാടുകൾ ഫുൾ മറിഞ്ഞിട്ടില്ല. ഒരു മീഡിയം കവറേജ് റേഞ്ചിലാണ് നിൽക്കുന്നത്, ലൈറ്റ് ടു മീഡിയം കവറേജ് റേഞ്ചിൽ. നോർമൽ സ്കിന്നായിട്ട് തോന്നുകയും ചെയ്യും, എന്നാൽ നമുക്ക് ഒരു ബെറ്റർ വേർഷൻ, നമ്മുടെ സ്കിന്നിന്റെ ബെറ്റർ വേർഷനായിട്ട് നമുക്ക് കാണിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ആദ്യമൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ഫുൾ കവറേജ് ഇടാൻ ഭയങ്കര മടിയുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, പിന്നെ ഭയങ്കര കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഫേസ് മേക്കപ്പ് ഇട്ടു എന്ന് തോന്നുന്നത് ഇഷ്ടമില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ മേക്കപ്പ് സുഖമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുതന്നെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു കുഞ്ഞു ബെലൈക്കൺ കാണാം, അതിൽ ഓളം ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനിയും വീഡിയോ പറ്റി മിസ് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. അതുവരെ